ഗ്രീൻ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഇന്ന് നമ്മളെ പടവലങ്ങ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള അതിൻ്റെ അരപ്പിന് വേണ്ടിയ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, വേപ്പില, പിന്നെ അതോടൊപ്പം തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളം, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല രീതിയിൽ അരച്ചെടുക്കണം. നല്ല ഒരു ഫൈനായ രീതിയിൽ തന്നെ അത് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു പാൻ വയ്ക്കുക. പാൻ വെച്ച് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ, അതിപ്പം കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ആ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക. കുറച്ച് കടുക് ഇടാവുള്ളേ, കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇനി അതിൻ്റെ അകത്തേക്ക് ചെറിയുള്ളി ഇടുക. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് അതിലേക്ക് ഇടുക. അതൊരു ബ്രൗൺ കളറാവും. ആ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, ആ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ചെറിയുള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഒഴിക്കാം. അരപ്പ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തീ എപ്പോഴും കുറച്ച് വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം ഈ അരപ്പൊന്ന് വെന്ത് വരണം നമുക്ക്. അപ്പം അതിൻ്റെ ഒരു പച്ചച്ചൊവ ഉണ്ടാവുമല്ലോ, പച്ചമുളകിൻ്റെ അതിൻ്റെയൊക്കെ ഒരു പച്ചച്ചൊവ ഉണ്ടാവും ഇത് അരച്ച് വരുന്നതിന്. അപ്പോൾ ആ പച്ചച്ചൊവ പോകാൻ വേണ്ടി ഈ തീ കുറച്ച് ഇച്ചിരി നേരം വേവിക്കണം. അപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അല്പം ഉപ്പിടുക. നമ്മുടെ ടേസ്റ്റിന് നമ്മുടെ ഉപ്പ് എത്രയാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് ഇച്ചിരി ഉപ്പിടുക. ഉപ്പിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയില്ലേ അത് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പടവലങ്ങ ഏറ്റവും ചെറുതായിട്ട് അരിയുന്ന അതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ പടവലങ്ങ ഒരു വാട്ടർ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എപ്പോഴും വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ചെറുതീയിൽ വെച്ചിട്ട് അത് മൂടി വെച്ച് അത് ചെറുതീയിൽ വേവിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു മൂടി വെച്ചിട്ട് ഇത് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടോ, കണ്ടോ, ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം പടവലങ്ങേൻ്റെ വെള്ളം നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി അടച്ച് വയ്ക്കുക. ഒരു 3 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് പടവലങ്ങ തോരൻ റെഡിയാക്കി എടുക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അല്പം വേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്.